ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ഗെയിം ചെയ്തതാണ്. അന്ന് എനിക്കിട്ട് ഇവർ രണ്ടുപേരും കൂടി നല്ലൊരു പണി തന്നു. അതെൻ്റെ ഒരു ബ്രദറും സിസ്റ്ററും കൂടിയാണ് എനിക്ക് പണി തന്നത്. അപ്പോൾ ആ പണി എന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണത്. ഹൂ നോസ് മീ ബെറ്റർ. എന്നെ നല്ലോണം അറിയുന്നത് ആർക്കാണെന്ന് എനിക്കറിയണം. അപ്പോൾ ഇതെൻ്റെ വൈഫും ഇതെൻ്റെ സിസ്റ്ററും. ആർക്കാണ് എന്നെക്കുറിച്ച് ഇത്ര നാളായിട്ട് കൂടുതൽ അറിയുന്നതെന്ന് എനിക്കറിയണ്ടേ? പറയൂ, നിങ്ങൾ പറയൂ, വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്, ചലഞ്ച്. അപ്പോൾ ഇതിൽ വിജയിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം എൻ്റെ നോട്ട് പാഡിൽ നിന്ന് എടുക്കാൻ പോവാണ്. ചോദിക്കട്ടെ? എൻ്റെ ഇപ്പോഴത്തെ 4 വീലറിന്റെ നമ്പർ. 4 വീലറിന്റെ 2 വീലറിന്റെ പോലും അറിയില്ല, അപ്പോഴാണ് 4 വീലറിന്റെ. അതാണല്ലോ വേണ്ടത്. രണ്ടുപേർക്ക് അറിയില്ല, രണ്ടുപേരും പൊടിയിൽ മുക്കേണ്ടി വരുമോ? എനിക്കറിയില്ല, സീരിയസ്ലി അറിയില്ല. ഈ അടുത്തെടുത്ത കാറാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. KL04 ആണ്, അതെനിക്കറിയാം. 04. ഓക്കെ. അപ്പോ 04 ആണ് ഇവിടെ. എന്താണേലും നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് തന്നെ കാണിക്കുക. ഇത് വേറെ തിരുവനന്തപുരത്ത് ആണോ? അപ്പൊ എനിക്കറിയില്ല, സോറി ഗൈസ്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞാലും നമ്പറായി ടൈപ്പ് ചെയ്യാം. എനിക്കറിയില്ല, എനിക്കും അറിഞ്ഞൂടാ. അപ്പൊ രണ്ടുപേരെ ഞാൻ അങ്ങോട്ട് പൊടിയിലേക്ക് മുക്കാൻ പോണാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. കോടീശ്വരൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, മൈ ഫേവറേറ്റ് കളർ. ഡാർക്ക് ഓർ ലൈറ്റ്? ലൈറ്റ് കളറാണ്. ലൈറ്റോ? ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളർ. ഡാർക്ക് അല്ല. ഇത്ര നാളായിട്ട് അറിയില്ല? ഇത്ര നാളെ എഴുത്, എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന എഴുത്. ഒരു കളർ ഇട്ടിട്ടുണ്ട്, എപ്പോഴും ഇടണ ഒരു ഡ്രസ്സിന്റെ കളറാണ്. അല്ലാതെ ഞാൻ ഇതുവരെ കളറൊന്നും ചോദിച്ചിട്ടില്ല. അതാ പറഞ്ഞ, എനിക്കൊരു ഫേവറേറ്റ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. എന്റെ മനസ്സിലുണ്ട് ഒരു കളർ, അതാണ് ഞാൻ എന്തായാലും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തെറ്റാ. ഓക്കെ, നോക്കട്ടെ. ഞാൻ ചപ്പേ ഇത് തെറ്റി. വൈഫിന്റെ തെറ്റി. ഗ്രീൻ ആണോ കറക്റ്റ്? ഇത് കറക്റ്റ് ആണ്. അപ്പോ ഇദ്ദേഹത്തിന് രണ്ടാമത്തെ സമ്മാനം. ചെറിയായിട്ട് നോക്കിയാ മതി. ചിപ്പുമോളുടെ ഒരു ഉത്തരം കറക്റ്റ് ആയിരിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പോൾ ഗ്രീൻ. അപ്പോൾ അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് സിസ്റ്ററാണ്. അപ്പോൾ അവൾക്കൊരു പോയിന്റ്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം. എന്റെ ഷൂവിന്റെ സൈസ് അതെങ്ങനെ 1 മുതൽ 10 വരെയാണോ അല്ലെങ്കിൽ 3 ഇത് തരാം. 3 തന്നു വെച്ചാ ക്ലൂവോ? അല്ലേ വേണ്ട, അങ്ങനെ 1 മുതൽ 10 വരെയാണോ? അങ്ങനെയുള്ള ഉള്ളത് സൈസ്. അല്ല, 36 അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല 1 മുതൽ 10 വരെ ഉള്ളതിന്റെ ഇടയില്. ആണോ? കാല് നോക്കിട്ട് വേണേ സൈസ് പറയാം. കാല് നോക്കാം. എന്റെ സൈസ് വെച്ചിട്ടാണ് ഞാൻ എഴുതിയേക്കണത്. ഞാൻ എന്റെ സൈസാണ് ചോദിച്ചത്, ഇയാള് സൈസല്ലേ? ഞാൻ പറഞ്ഞല്ലോ 1 മുതൽ 10 വരെ അതിനിടയിൽ. അപ്പൊ ഞാൻ പറയട്ടെ എന്റെ സൈസ് 6 ആണ്. എന്റെ സൈസ് 6 ആണ്. അത് കാണിച്ച് പോയി. കറക്റ്റ്. അപ്പോ അപ്പൊ ഇദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ സമ്മാനം. ശരിക്കും ഇങ്ങോട്ടാണ്. എന്റെ ഫേവറേറ്റ് ആക്ട്രസാ? ഹിന്ദി, മലയാളം, തമിഴ്? ഓൾ ഓളോ? ഓൾ ഇൻ വൺ.
എഴുതി എഴുതി. ഒരെണ്ണം പറയാറുണ്ട്, അത് തന്നെയാണ്. അതാരാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഇനിയിപ്പോ ചിലപ്പോ പറയുമ്പോ ചിലപ്പോ മാറാൻ ചാൻസ് ഉണ്ട്. എന്ത് എന്നോട് അങ്ങനെ പറഞ്ഞില്ല. പറയാറുള്ള ചാച്ച എന്നോട് പറഞ്ഞിട്ട് അതായത് എന്തോരം ആക്ട്രസ് ഉണ്ട്. ഇപ്പൊ തനിക്ക് എങ്ങനെ എനിക്ക് അങ്ങനെ അറിയാൻ അത് പറ്റും. ഏത് ഏത് മണ്ടരപ്പെണ്ണിനാണ് പറയണത്? കൊറേ ഒരു ക്ലൂ വരാം. ക്ലൂ ക്ലൂ വേണം. എന്നോട് ഇതുവരെ പറയണൊന്നുമില്ല. മലയാള സിനിമയിൽ സുപരിചിതമായ ഒരു നടിയാണ്. ബാക്ക് സ്പേസ്. അയ്യോ അത് പറയണ്ടായിരുന്നു. അത്ര ക്ലൂ വന്ന്. മലയാള മലയാള സിനിമയിൽ ഇഷ്ടംപോലെ കാര്യം ഓർമ്മ കിട്ടുള്ള മനസ്സിലോട്ട്. എന്നാൽ ഇപ്പൊ കുറച്ച് ഫീൽഡ് ഔട്ട് ആണ് ആള്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് ആരാണ് മറന്നല്ലോ, മമതയാണ്. ആ മമത ബാനർജി എഴുതിയുണ്ട്. തമന്ന അല്ല, എനിക്ക് മമതേനെ ശരിക്കും ഇഷ്ടം. പഠിച്ചവനെ ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല മമത മോഹൻദാസിന് ഇഷ്ടമൊന്നും. അത് നോക്കിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് മമതേനാണ്. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ ചിപ്പുനെ പൊടി മുക്കാൻ പോകും. അപ്പൊ എറിച്ചുനെ പൊടി മുക്കാൻ പോകും. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണാണ്. ഞാൻ ഇപ്പൊ ഒരു ജോബിന് പോകുന്നുണ്ട് ഐലൻഡില്. അത് എത്ര കൊല്ലമായിട്ട് പോകുന്നു? എന്റെ കൊറേ നാളായല്ലോ കൂടെ ഉള്ളത് എല്ലാരും. ഡിഗ്രി കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്കറിയാം. ഒരു വർഷം പെട്ടെന്ന് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കണ്, ഓടിത്തീരാനായി. മതി. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാ. അപ്പൊ എന്റെ ഉത്തരം 12 years. ഞാൻ എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും ഉത്തരം ശരിയാണല്ലോ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്നെ പൊടി നോക്കണ്ട വരും മിക്കവാറും. അടുത്ത ചോദ്യം, +2 എന്റെ സബ്ജക്ട് ഏതായിരുന്നു? അപ്പൊ ഇവര് എഴുതി കഴിഞ്ഞിരിക്കണേ. അല്ല ഇത് കഴിഞ്ഞില്ലേ? നൂറാ. കൊമേഴ്സ് ആണ് എടുത്തിരുന്നത് രണ്ടുപേരും സെയിം ആണ്. കറക്റ്റ് ആണ് ഉത്തരം. അപ്പൊ ഇതും അടുത്ത ലെവലിലേക്ക് പാസ്സായി പോണാണ്. അടുത്ത ലെവലിൽ പാസ്സായി പോലെ നമുക്ക് പോയിന്റ്സ് കിട്ടി. അടുത്തത് എന്റെ ഫേവറേറ്റ് ആനിമൽ, അതായത് മൃഗം. ആനിമൽ കേട്ടിട്ടില്ലേ? പെട്ടെന്നാവട്ടെ. ഞാൻ 10 വരെ എണ്ണും. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എന്റെ ഫേവറേറ്റ് ആനിമൽ എന്ന് പറഞ്ഞത് ആടാണ്. ഇവർക്ക് പൂച്ചയായിട്ട് തോന്നും. എന്റെ ഒപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ആടാണ്. ഇത് തെറ്റാണ്, ചിപ്പുന് തെറ്റാണ്. ടൈഗർ പൂച്ചയോട്ട് ഇഷ്ടമല്ല, കടിക്കും മാന്തും. അതെന്റെ മോൻ ടൈഗറാണ്, അത് നോക്കണ്ട. അപ്പോ രണ്ടുപേർക്കും തെറ്റുത്തരാണ്. ഓക്കെ, അടുത്ത ചോദ്യം. എന്റെ ഫേവറേറ്റ് സ്പോർട്സ് കളിക്കാൻ ഇഷ്ടമുള്ള ഒരു ഗെയിം എനിക്ക് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല, എഴുതിയിട്ടുണ്ട്. എഴുതിയാ? ഓക്കെ. എന്റെ ഫേവറേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ചെസ്സാണ്. അത് എനിക്ക് അറിയാം, പക്ഷെ ഇവര് മറന്നുപോയതാണ്. ചെസ് ഇത് കറക്റ്റ് ആണ്. രാത്രി റൂമിൽ കളിക്കാറുണ്ട്. ചിപ്പുക്ക് 4 പോയിന്റും റിച്ചുവിനും 4 പോയിന്റ് സെയിം ആണ്. അപ്പൊ ഇതിനെ പൊടിയിൽ മുക്കട്ടെ. പോരെ, സന്തോഷായി. കണ്ടുപിടിക്കണ്ട, നോക്കിക്കോളാം. 2 ചോദ്യം ബാക്കി എടുക്കണ്ട്. ഈ 2 ചോദ്യത്തില് നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാല് ജയിക്കാം.
പിടിച്ചാ ഞാൻ ജയിക്കാം. ആ എവിടെ പിടിക്കണ്ട അല്ല പിന്നെ. എവിടെ പിടിക്കണെ? അപ്പൊ അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. എന്റെ ഫേവറേറ്റ് ഫുഡ്, എനിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ്. ഒരു ഫുഡ് ഉണ്ടാവും, ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ്, എനിക്ക് എപ്പോഴും കഴിക്കാൻ ആഗ്രഹം ഉള്ളത്. ഓക്കെ, കഴിഞ്ഞാ? എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. അപ്പോ ഉത്തരം പറ. ബിരിയാണി. നിങ്ങൾ എപ്പോഴാണ് എന്റെ കൂടെ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടുള്ള? മസാല ദോശ എപ്പോഴും കഴിക്കാറുള്ളൂ. എന്റെ കൂടെ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇഷ്ടം എന്നിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. എത്ര കഴിച്ചിട്ടുണ്ടെന്നറിയോ? മസാല ദോശ ബിരിയാണി കേട്ടോ. റിച്ചുക്കാണ് ഇഷ്ടം എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഉള്ള എല്ലാവർക്കും അറിയാം റിച്ചുക്കാണ് മസാല ദോശ ഇഷ്ടം. എനിക്ക് അവിടെ ഒരു ബിരിയാണി പറയാൻ പറ്റുമോ? ഇല്ല. വെജിറ്റേറിയൻ കടയിൽ ചെന്നിട്ട് ചേട്ടാ എനിക്കൊരു ചിക്കൻ ബിരിയാണി തരാൻ പറഞ്ഞ തരോ? പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട്. ചിപ്പുക്ക് 5 പോയിന്റും റിച്ചുവിന് 4 പോയിന്റും. സൈഡില് നല്ലപോലെ മുക്കിക്കോട്ടാ. സൈഡ് കാണിച്ചെടുക്ക് റിച്ചു. നല്ലപോലെ മുക്കിക്കോ. കൊണ്ടില്ല. 10ാമത്തെ ചോദ്യം. എന്റെ ഫേവറേറ്റ്, എനിക്ക് ഇനി പോവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു പ്ലേസ്, ഞാൻ അടുത്തത് പോവാൻ പ്ലാൻ ചെയ്യുന്ന പ്ലേസ്. അയ്യോ, അതാണെങ്കിൽ പറയണ്ട, നിങ്ങൾ ഏത്? ലാസ്റ്റത്തെ ചോദ്യമാണ്. ഇപ്പൊ ഇതിലറിയാം ഇവർക്ക് എന്നോട് എന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ നോക്കട്ടെ. കഴിഞ്ഞ എന്റെ ഫേവറേറ്റ്, എനിക്ക് ഞാൻ അടുത്ത പോവാനുള്ളത് ആഗ്രഹം താജ്മഹലാണ്. താജ്മഹൽ ആൻഡ് മണാലി രണ്ടുപേരും സെയിം ആണല്ലോ എഴുതിയേക്കണം. അപ്പൊ എനിക്ക് എത്ര പോയിന്റ് ആയി? 1 2 3 4 5 പോയിന്റ്. 4 പോയിന്റ്. ചെസ് പറഞ്ഞില്ലേ? അപ്പൊ എന്റെ 6 ആയി. ഇതിന് 6 ആയി. അപ്പൊ 6 ഉണ്ട്. അപ്പൊ 1 2 3 4 5 6. അപ്പൊ ചിപ്പാണ് മുന്നിട്ട് നിൽക്കണത്, 6 പോയിന്റ് ആയി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ വിജയ് എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഞാൻ ചിക്കാക്കന്റെ കൂടെ കുറെ വർഷമായിട്ട് ഉണ്ടായിരുന്നാണ്. അപ്പൊ എനിക്ക് ഇത്രയെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. ചുമ്മാ ഉഡായിപ്പാണ് ഈ മനുഷ്യന്. അത് മാത്രല്ല ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ ആനിമലും അതന്നെ പറ. അല്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ ആടില്ലല്ലോ, അതുകൊണ്ടാണ് പൂച്ചേനിട്ടത്. അപ്പൊ എന്റെ ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമാണ് ഞാൻ ഇവിടെ പറയാറ്. പക്ഷെ അത് ഇവര് ശ്രദ്ധിക്കാതെ, അത് എന്നെ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമില്ല. അപ്പൊ താങ്കൾ പറഞ്ഞാലല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പറയാണ്ടിരുന്നിട്ട് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം? തന്റെ മനസ്സിന്റെ ഉള്ളിൽ വന്ന് നമുക്ക് ഇങ്ങനെ കൈയിട്ടെടുക്കാൻ പറ്റല്ലോ. അപ്പൊ താൻ ജയിച്ചില്ലേ? അപ്പൊ ഇത് ജയിച്ചിരിക്കുന്നത് ഷിഫ്നാസ് എം ഫ്രം കൊച്ചി, ചുള്ളിക്കൽ അമ്മായിമ്മ, സിസ്റ്റർ ഓഫ് ചാച്ചു അല്ലേ? ബൈ ബൈ. എന്നെ 6 കൊല്ലമായിട്ടുള്ള പരിചയമുള്ള, അപ്പൊ 7 കൊല്ലമായിട്ടുള്ള പരിചയമുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പൊ ഒരു ചോദ്യത്തിനാണ് മിസ്സായി പോയത്. എന്നാലും മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മാക്സിമം 5. അതെ. അപ്പൊ നമ്മളാ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ആർക്കാണ് കൂടുതൽ? അടുത്തൊരു ഹൂ നോസ് മീ ബെറ്റർ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വരണം. എനിക്കൊന്ന് അറിയണം. അതിലിരിക്കാമെന്ന് ആരൊക്കെയാണ്? ചാച്ചു, ഫിക്രു. നമ്മള് 3 പേരും ഇരിക്കുന്ന. ചാച്ചുന് മാത്രം. ചാച്ചുന് മാത്രം അതില് നമുക്ക് അരിപ്പൊടിക്ക് വരെ മുളക് പൊടി വെക്കാതായിരിക്കും നല്ലത് അല്ലേ? ചിപ്പുന്റെ ഹൂ നോസ് മീ ബെറ്റർ കാണാത്തവരുണ്ടെങ്കിൽ നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അല്ലെ, പാർട്ട് 1 ആദ്യം ചെയ്തതായിരുന്നു. അത് എന്തായാലും കാണാം. എന്നിട്ട് ഇത് കാണാം. മനസ്സിലാവും. അതെ, അത് ഈ കുറുമ്പിന്റെ ആയിരുന്നു ഉള്ളായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഇയാളുടെ ഒരു കുറുമ്പ്. അപ്പോ
ഇനി അപ്പപ്പോ ഞാൻ അപ്പപ്പോ പറയാനുള്ള അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്പൊ പറഞ്ഞ് കുളവാക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ചാച്ചു ഓ നമുക്ക് അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ എന്തായാലും എല്ലാരോടും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാത്ത വീഡിയോസ് കാണാം. വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.